പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഫ്രീ കൺസെൻറ്റിൻ്റെ അവസാന ഭാഗമാണ്. ഫ്രീ കൺസെൻറ്റിൽ വരുന്ന മിസ്റെപ്രസെൻറ്റേഷനും മിസ്റ്റേക്കുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ നോക്കാം. മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ്സ് ടു ട്രൂ ഓർ വിച്ച് ഇറ്റ് ഡസ് നോട്ട് ടു ബി ഫാൾസ്. അതായത് ഒരാളൊരു കോൺട്രാക്റ്റിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോൾ, ഒരാൾക്കൊരു ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫറിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നത് അത് കറക്റ്റാണ്, എന്നാൽ ഇൻഫാക്റ്റ് യഥാർത്ഥത്തിൽ ആ കാര്യം ഫോൾസ് ആണ്. ഓക്കെ, അങ്ങനെ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. എക്സ് വെയിൽ സെല്ലിംഗ് ഹിസ് ഫാം ടു വൈ ടെൽസ് ഹിം ദാറ്റ് 200 quintals of wheat are produced in his farm. In fact, he believes it is also to be true. Later on, it is found that the produces only 100 quintals of wheat. Here, X has made a misrepresentation. ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നത് റിയൽ ആണെന്ന്, എന്നാൽ റിയാലിറ്റിയിൽ ആ കാര്യം കറക്റ്റ് അല്ല. അതിനെ പറയുന്ന പേരാണ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഉദാഹരണത്തിൽ എക്സ് എന്ന് പറയുന്ന ആൾ തൻ്റെ ഫാം വൈക്ക് വിൽക്കുമ്പോൾ പറയണം, എൻ്റെ ഫാമിൽ നിന്ന് 200 ക്വിൻ്റൽ എന്ത് കിട്ടും, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് വൈ എന്ന് പറയുന്ന ആൾ എക്സിൽ നിന്നും ആ ഫാം വാങ്ങുന്നു. എന്നാൽ അദ്ദേഹം അവിടെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 100 ക്വിൻ്റൽസ് വീറ്റേ കിട്ടുന്നുള്ളൂ. ഇവിടെ എക്സ് ചെയ്തിട്ടുള്ളത് വൈനോട് ഒരു മിസ്റെപ്രസെൻറ്റേഷനുമാണ്. ചിലപ്പോൾ ഈ എക്സ് എന്ന് അറിയുന്ന ആൾ വേറെ ആളിൽ നിന്ന് ഈ ഫാം വാങ്ങുമ്പോൾ 200 ക്വിൻ്റൽ കിട്ടുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അത് പൂർണ്ണമായി വിശ്വസിക്കുകയും വൈക്ക് വിൽക്കുമ്പോൾ അത് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വൈൻ്റെ അവസ്ഥ എന്താണ്? വൈ എന്ന് പറയുന്ന ആൾ ഫാം മേടിച്ചിട്ട് ആളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ലീഗൽ എഫക്ട്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, ഇനി മിസ്റെപ്രസെൻറ്റേഷൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി മെയ്ഡ് ഇന്നസെൻ്റ്ലി. നമ്മൾ പറയുന്ന കാര്യം ഇന്നസെൻ്റ്ലി ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഹോണസ്റ്റ്ലി ബിലീവിങ് ഇറ്റ് ടു ബി ട്രൂ ആൻഡ് വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് ഡിസീവിങ് ദ അതർ പാർട്ടി. നമ്മൾ പറയുന്ന കാര്യം വളരെ സത്യസന്ധവും ഇന്നസെൻ്റ്ലിയുമാണ്. ഒരിക്കലും ഒരാളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടെയല്ല ആ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണ്? തെറ്റായൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ഓഫ് ഫാക്ട്സ് മെറ്റീരിയൽ ടു ദ കോൺട്രാക്ട് ആൻഡ് നോട്ട് ടു ദ മിയർ ഒപ്പീനിയൻ ഓർ ഹിയർസേ. നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ട് വീറ്റിൻ്റെ കാര്യം അധികം മെറ്റീരിയൽ ആയിട്ടാണ് പറയുന്നത്, കൃത്യമായിട്ടാണ് പറയുന്നത്. അത് ആരെങ്കിലും ഒപ്പീനിയനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. മൂന്നാമത് പറയുന്നത് റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി അൺട്രൂ. നമ്മൾ പറയുന്ന ആ റെപ്രസെൻറ്റേഷൻ, നമ്മൾ ആ കോൺട്രാക്റ്റിൽ പറയുന്ന നമ്മുടെ പ്രോമിസ് അൺട്രൂ ആയിരിക്കാം, സത്യം അല്ല. അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകത. നമ്മൾ സത്യമെന്ന് വിശ്വസിച്ച് പറയുന്ന കാര്യം സത്യമല്ല. ഇവിടെ റെപ്രസെൻറ്റേഷൻ എന്താണ്? അൺട്രൂ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ അതിനെ നമ്മൾക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ? മിസ്റെപ്രസെൻറ്റേഷനായിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. ബട്ട് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. കണ്ടോ, നമ്മൾ പറയുന്ന കാര്യം മിസ്റെപ്രസെൻറ്റേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ അൺട്രൂ ആയിരിക്കാം, അസത്യമാകാം. അത് നമ്മൾ മനഃപൂർവ്വമല്ല, എന്താണ്, നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യമാണ് മിസ്റെപ്രസെൻറ്റേഷൻ പറയുന്നത്. ഇനി ലീഗൽ എഫക്ട്സ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വൈൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 19 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് വെൻ ദ കൺസെൻറ്റ് ടു ആൻ എഗ്രിമെൻറ്റ് ഈസ് കോസ്ഡ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ കോസ്റ്റ്. ദസ് അഗ്രീവ്ഡ് പാർട്ടി ഹാസ് ദ ഫോളോവിങ് 2 ഓപ്ഷൻസ്. അതായത് ഇവിടെ നേരത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എക്സ് 200 ക്വിൻ്റൽ വീറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് അത് വാങ്ങിയത്. എന്നാൽ അത് 100 ക്വിൻ്റലേ വീറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അയാളെ മുന്നിലുള്ള ചിഹ്നം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ആക്കാം, അല്ലെങ്കിൽ വാലിഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഹി ക്യാൻ റീസെൻറ്റ് ഓർ ക്യാൻസൽ ദ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ 100-എങ്കിൽ 100 എന്ന് പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാം. അതാണ് ലീഗൽ ഇതിൻ്റെ ഇഫക്ട്സ്. ക്ലിയർ? ഇനി നമ്മൾ അപ്പോൾ മിസ്റെപ്രസെൻറ്റേഷൻ വളരെ സിമ്പിളാണ്. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നു കറക്റ്റാണെന്ന്, യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അങ്ങനെ നമ്മളൊരു ഓഫർ കൊടുത്ത ഒരാളെ ആക്സെപ്റ്റ് ചെയ്തൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മിസ്റെപ്രസെൻറ്റേഷനിൽ ആർക്കെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ആ ഡാമേജ് സംഭവിച്ച ആൾക്ക് ഉണ്ടാകുന്ന ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് പോവാം,
അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് മിസ്റ്റേക്കാണ്. എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ നോക്കാം. മിസ്റ്റേക്ക് ഈസ് എ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. എന്തിനെക്കുറിച്ച്, ഒരു വസ്തുതയെക്കുറിച്ച്, ഒരു ഫാക്റ്റിനെ കുറിച്ച് നമ്മുടെ തെറ്റായിട്ടുള്ള വിശ്വാസത്തെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. ഇത്ര മാത്രം എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. 2 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒക്കെ നിങ്ങൾ എഴുതണം. നമ്മൾ പറയുന്നത് ഇറ്റ് മേ ബി, മിസ്റ്റേക്കിന് 2 തരത്തായി തിരിക്കുന്നുണ്ട്, 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. ഇനി മിസ്റ്റേക്ക് ഓഫ് ലോയെ വീണ്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ദ ലോ ഓഫ് ദ കൺട്രി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ കൺട്രി. ഇതിങ്ങനെ ആയിരിക്കും ചോദിക്കുക. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ കൺട്രി ആൻഡ് ലോ ഓഫ് ദ ഫോറിൻ കൺട്രി. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ വീണ്ടും തരംതിരിക്കുന്നു. ബയലാറ്ററൽ മിസ്റ്റേക്ക് ഓർ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രധാനമായും മിസ്റ്റേക്കിന് 2 ക്ലാസിഫിക്കേഷനുള്ളൂ. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോയെ നമ്മൾ വീണ്ടും 2ആയി തരംതിരിക്കുന്നു. മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദ കൺട്രി, മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ഫോറിൻ കൺട്രി. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ വീണ്ടും 2ആയി തരംതിരിക്കുന്നു. ബയലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. ഇനി എന്താണ് മിസ്റ്റേക്ക് ഓഫ് ലോ നോക്കാം. മിസ്റ്റേക്ക് ഓഫ് ലോ മേ ബി ഓഫ് ഇന്ത്യൻ ലോ ആൻഡ് ഫോറിൻ ലോ. ആദ്യം പറഞ്ഞുതരാം. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്ക്യൂസബിൾ അല്ല. നമ്മളെ രാജ്യത്തൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞ് പാർലമെൻ്റ് ആയിട്ടുള്ള രാജ്യസഭയും ലോകസഭയും അതിനുശേഷം പ്രസിഡന്റും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സായി കഴിഞ്ഞു. ആ നിയമം പാസ്സായി നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിന് എതിരാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഞാൻ ഇങ്ങനെ ഒരു നിയമം വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, എക്സ്ക്യൂസബിൾ അല്ല. നമ്മളെ കോൺട്രാക്റ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അതാണ് പറയുന്നത് എ മിസ്റ്റേക്ക് ആസ് ടു ഇന്ത്യൻ ലോ വിൽ നോട്ട് മേക്ക് എ കോൺട്രാക്റ്റ് വോയിഡബിൾ ബിക്കോസ് എവ്രി വൺ ഇൻ ദിസ് കൺട്രി ഈസ് ഡീംഡ് ടു ബി കൺസർവൻറ്റ് വിത്ത് ദ ലോ ഓഫ് ദിസ് കൺട്രി ആൻഡ് ഹെൻസ് ഇഗ്നോറൻസ് ഓഫ് ലോ ഇറ്റ്സ് നോ എക്സ്ക്യൂസ്. നിയമം എന്ന് അറിയില്ല എന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല. അപ്പം നമ്മുടെ രാജ്യത്തുള്ളൊരു പാസ്സാക്കിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് അറിയണമെന്ന് നമ്മൾ സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ നിയമത്തിന് എതിരായിട്ട് നമ്മൾക്കൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്തായി മാറും, വോയിഡ് ആവും. വോയിഡബിളേ അല്ല. ഓക്കെ, 100% അത് ക്യാൻസൽ ചെയ്യും. ഇനി എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ? മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഈസ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. ഇത് വസ്തുതയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് സപ്പോസ്ഡ് ടു നോ ദ ലോ ഓഫ് ഹിസ് കൺട്രി. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ നിയമം അറിഞ്ഞിരുന്നു വരും. ബട്ട് ഹി കനോട്ട് ബി എക്സ്പെക്റ്റഡ് ടു നോ ദ ലോ ഓഫ് അതർ കൺട്രി. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിലുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കാം, പക്ഷേ അയാൾ നേരെ മറിച്ച് ചൈനയിലെ ലോ എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. Thus, if the both parties under the mistake relating to the foreign law, the contract will be void. അങ്ങനെ രണ്ട് പാർട്ടിക്കും വിദേശ ലോയെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ് ആണ്. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോ പ്രകാരം ഇന്ത്യൻ ലോ ആണെങ്കിലും ഫോറിൻ ലോ ആണെങ്കിലും ഈ 2 ലോ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ലോ നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്താൽ അത് വോയിഡ് ആവും. വിദേശ രാജ്യത്തിൻ്റെതാണെങ്കിൽ 2 പാർട്ടീസിനും അറിയുന്നില്ലെങ്കിൽ അതും void ആയിട്ട് മാറും. ഓക്കെ, and mistake of law is classified into 2, the mistake of Indian law and mistake of foreign law. ഇനി നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്. എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്? ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ അറിവില്ലാതെ നമ്മളൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയാം. ഓക്കെ, നോക്കുക. The erroneous belief about something which is known to exist and also known to be true or accepted to as a true as a mistake of fact. നമ്മളിവിടെ പറയുന്നത് നമ്മൾക്ക് തെറ്റായ ഒരു ബിലീഫാണ് ചില കാര്യത്തെക്കുറിച്ച്, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത് സംതിങ് വിച്ച് ഈസ് നോൺ ടു എക്സിസ്റ്റ്. അത് ഓൾറെഡി നിലവിൽ അത് ഉണ്ട്, പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല, അതിനെ കെയർ ചെയ്യുന്നില്ല ആ ഫാക്ട്സിനെ. അങ്ങനെയാണെങ്കിൽ പോലും ഉദാഹരണത്തിന് നമ്മൾക്കറിയാം ഇന്ത്യയിൽ GST വന്നു കഴിഞ്ഞു. ഇപ്പോഴും വാറ്റ് എന്ന് പറയുന്ന ആ ടാക്സ് പ്രകാരം നമുക്ക് കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്കാണ് നമ്മൾ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ നോക്കുക. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് മേ ബി ഓഫ് 2 ടൈപ്സ്, ബയലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. സോ ലെറ്റ്സ് ഗോ ഫോർ ബയലാറ്ററൽ മിസ്റ്റേക്ക്.
എന്താണ് ബയലാറ്ററൽ മിസ്റ്റേക്ക് നോക്കാം. As per the section 20, where the both parties into an agreement are under a mistake as a matter of fact essential to the contract, the agreement is void, hence the following condition have to be fulfilled for the application of section 20. അതായത് ആസ് പെർ ദ സെക്ഷൻ 20 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരം ഈ കോൺട്രാക്റ്റിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കുന്ന രണ്ട് വ്യക്തികളും ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ മനസ്സിലാക്കി തെറ്റായ രീതിയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബയലാറ്ററൽ. രണ്ടാളും മിസ്റ്റേക്കാണ്, രണ്ടാളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കുക, ദ മിസ്റ്റേക്ക് മസ്റ്റ് ബി മ്യൂച്വൽ, രണ്ടാൾ ഒരുമിച്ച് മിസ്റ്റേക്ക് വരുത്തി. ദ ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബി അണ്ടർ ദ മിസ്റ്റേക്ക്, ദ മിസ്റ്റേക്ക് ദ എഗ്രിമെൻറ്റ്സ് ഓൺ അസംഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് വിച്ച് സബ്സിക്വൻ്റ്ലി പ്രൂവ്സ് ടു ബി ഫാൾസ്. അതായത് അവർ തമ്മിൽ ഒരു മിസ്റ്റേക്ക്, രണ്ടാൾക്കും മിസ്റ്റേക്ക് സംഭവിച്ചു. ആ മിസ്റ്റേക്ക് അവർ ഫോം ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിരിക്കാം, ലേറ്റർ എന്തായിരിക്കാം ഫോൾസായി രണ്ടാളതും. അപ്പം മ്യൂച്വലായിട്ട് നമുക്ക് തെറ്റ് സംഭവിക്കാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് മസ്റ്റ് ബി ഓഫ് ഫാക്ട് നോട്ട് ഓഫ് ലോ. മിസ്റ്റേക്ക് എപ്പോഴും ഫാക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും സംഭവിക്കുക, ഒരിക്കലും നിയമത്തെക്കുറിച്ച് മിസ്റ്റേക്ക് ഒരിക്കലും പാടില്ല. അത് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് വോയിഡായി മാറും. പിന്നെ പറയുന്നത് മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റഡ് ടു ദ ഫാക്ട് വിച്ച് മസ്റ്റ് ബി എസെൻഷ്യൽ ടു ദ കോൺട്രാക്ട്. നിങ്ങൾ പഠിച്ചത് ഓർമ്മയിലായിരുന്നു 10 എസെൻഷ്യൽ എലമെൻറ്റ്സ്. അതിൽ ഏതിലെങ്കിലും ഇവർ രണ്ടാളും ഒരുമിച്ച് മിസ്റ്റേക്ക് വരുത്തുകയാണ്. ഓക്കെ, റൈറ്റിംഗ് ഓഫ് രജിസ്ട്രേഷന് ഇതൊരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നു. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ലോഫുൾ ഒബ്ജക്റ്റ്, ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്. ഇതിലൊക്കെ രണ്ടാളും ഒരേ ടൈമിൽ രണ്ടാളെ സൈഡിൽ നിന്നും ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായിട്ടൊരു മിസ്റ്റേക്ക് രണ്ടാളത്തിൽ നിന്നും ഒരേമാതിരി സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കുന്നു. എ ബയലാറ്ററൽ മിസ്റ്റേക്ക് ഓഫ് മേ ബി ഓഫ് 2 types. രണ്ട് തരത്തിൽ ബയലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിക്കാം. ഒന്നാമത് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ, മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ. രണ്ടാമത് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. എന്താണ് മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ഒരു കാറ് വിൽക്കാമെന്നു ഏറ്റു. നോക്കുക, വേറെ ബോത്ത് പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റ് ആർ വർക്കിംഗ് അണ്ടർ എ മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ദ സബ്ജക്റ്റ് മാറ്റർ, ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. എക്സാമ്പിളാണ് മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ നോക്കുക, ഒരാളായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ഇത്ര ക്വാണ്ടിറ്റി സാധനം നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു എൻ്റെ ഹോട്ടലിലേക്ക് പഞ്ചസാര വേണം. അയാൾ പറഞ്ഞു ഐ അഗ്രീഡ് ടു സപ്ലൈ ഇറ്റ്. പക്ഷേ സപ്ലൈ ചെയ്യുന്ന ആൾ എത്ര ക്വാണ്ടിറ്റിയും പറഞ്ഞില്ല, അതിൻ്റെ ക്വാളിറ്റിയും പറഞ്ഞില്ല. രണ്ടാളും സൈലൻ്റായി. ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടാളും മിണ്ടാതിരുന്നു. അങ്ങനെ സബ്ജക്റ്റ് മാറ്റർ രണ്ടാളടുത്ത് മിസ്റ്റേക്ക് പറ്റിയില്ലേ? ഓക്കെ, രണ്ടാളും ആ വിഷയത്തെക്കുറിച്ച് സൈലൻ്റായി. ഇപ്പോൾ ഹോട്ടലിലേക്ക് 10 കിലോ ഷുഗർ വേണം, അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ട്, അതും ഇവിടെ പറഞ്ഞില്ല. ഇനി ആ ഷുഗറിൻ്റെ എത്ര ക്വാളിറ്റി ഉണ്ട്, ഇത്ര ക്വാളിറ്റി വേണം എന്നുള്ളത്, ഇത് ഞാൻ ഇത്ര ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുള്ളൂ, ഇത്ര kg കൊടുക്കുള്ളൂ എന്നോ സപ്ലയറും പറഞ്ഞില്ല, വാങ്ങുന്ന ഹോട്ടലുകാർ എത്ര വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളടുത്തും സബ്ജക്റ്റ് മാറ്ററിൽ മിസ്റ്റേക്ക് വരുത്തിച്ചു. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണ് ഒരു ബയലാറ്ററൽ മിസ്റ്റേക്ക്. ഒരാളെടുത്ത് നല്ല തെറ്റ്, ഒരാളെടുത്ത് തെറ്റാണെങ്കിൽ അത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി പറയുക മിസ്റ്റേക്ക് ഓഫ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ചില ആളുകൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പെർഫോം ചെയ്യാൻ പറ്റുമോ പറ്റില്ലെന്ന്. ചില ആൾക്കാർ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്യണമെന്നില്ല, അത് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരം അതും ചിലപ്പം മിസ്റ്റേക്കിൻ്റെ കേസാണ്. രണ്ടാൾക്കും അത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നും അവർ നോക്കിയിട്ടുണ്ടാവില്ല. ഒരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്ത്, പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കിയത് പെർഫോം ചെയ്യാൻ പറ്റില്ല. രണ്ടാൾക്കും ഒരുമിച്ച് മനസ്സിലായി. അപ്പോൾ ഈ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ലീഗൽ പോസിബിലിറ്റിയും ഒന്ന് ഫിസിക്കൽ പോസിബിലിറ്റി. ലീഗൽ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിങ്ങൾക്ക് 5 ലോഡ് അല്ലെങ്കിൽ 5 ലോഡ് സാൻഡ് മണൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലീഗലി അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അയാൾ പറഞ്ഞു ഓക്കെ എന്ന്. ഇപ്പോൾ രണ്ടാക്കും സബ്ജക്റ്റ് മാറ്ററല്ല, പോസിബിലിറ്റിയിൽ മിസ്റ്റേക്ക് കിട്ടി. ഇനി പറഞ്ഞത് ഫിസിക്കലിയാണ്. ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയാണ് ഞാൻ എന്താണ് ഒരു ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയണം. അപ്പോൾ മറ്റൊരാളെ ഓക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാളും ചെയ്ത് തെറ്റാണ്. കാരണം ഫിസിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ഞാൻ എക്സാമ്പിൾ പറയാത്തതിൻ്റെ ഒരു കാരണം അതൊരു സ്റ്റാൻഡേർഡ് ഇല്ല അതിൻ്റെ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ സ്റ്റാറിനെ പിടിച്ചു തരാം, അല്ലെങ്കിൽ സ്കൈയിൽ എന്തെങ്കിലും ചെയ്തു തരാം, എയറിൽ നിൽക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും ഫിസിക്കലി ഇമ്പോസിബിൾ അല്ലാത്തൊരു കാര്യം. കേട്ട ആൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത ആൾ അത് കണ്ണും ചിമ്പി ആക്സെപ്റ്റും ചെയ്തു. അപ്പോൾ ഫിസിക്കലി പോസിബിൾ അല്ല. അതിപ്പോൾ ചില ഈ ഫെയർനെസ് ക്രീം ഉണ്ടായിരിക്കും,
അത് തേച്ച് കഴിഞ്ഞാൽ അത്രയും ഗ്ലാമറസ് ആവുന്നു. ഇത് കണ്ണും ചെയ്യുമ്പോൾ അയാളൊരു ഓഫർ ചെയ്യും, മറ്റേ അത് അക്സെപ്റ്റും ചെയ്ത് വാങ്ങുകയും ചെയ്യും അല്ലേ. ഫെയർനെസ് ക്രീമിൻ്റെ പരസ്യം ഫുള്ള് എന്താണ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വളരെ കുറവാണ്. ഇന്നലെ ആളുകൾ ചാടി അതിൽ വീണു പോകും. സോ അതാണ് ബയലാറ്ററൽ മിസ്റ്റേക്ക്, രണ്ടാളെടുത്തും മിസ്റ്റേക്ക് സംഭവിക്കുന്ന കോൺട്രാക്റ്റിൽ. ഇനി പറയുന്നത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ സിറ്റുവേഷൻ വേർ ഓൺലി വൺ പാർട്ടി ഈസ് അണ്ടർ മിസ്റ്റേക്ക്. ഒരാൾ മാത്രമേ മിസ്റ്റേക്ക് സംഭവിക്കുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഇൻവാലിഡേറ്റ് ദ എഗ്രിമെൻറ്റ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതായത് ഇൻവാലിഡേറ്റ് ആവില്ല, അതായത് വോയിഡ് ആകില്ല. സെക്ഷൻ 20 ഓഫ് ദ കോൺട്രാക്റ്റ് പ്രൊവൈഡ്സ് ദാറ്റ് എ കോൺട്രാക്റ്റ് ഈസ് നോട്ട് വോയിഡബിൾ മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദ പാർട്ടീസ് ടു ഇറ്റ് ബീങ് അണ്ടർ എ mistake regarding the subject, regarding the matter of the fact. മാറ്റർ ഓഫ് ഫാക്റ്റിൽ ഒരാളെടുത്താണ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യണമെന്നില്ല, വോയിഡബിൾ ആകണം എന്നില്ല. അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് വരുമ്പോൾ ആണ് എന്ത് സംഭവിക്കുക, ആ കോൺട്രാക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. ബയലാറ്ററൽ മിസ്റ്റേക്ക് രണ്ടാളത്ത് മിസ്റ്റേക്ക് പറ്റിയാൽ ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. യൂണിലാറ്ററൽ ഒരാളത്ത് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറിപ്പോകരുത്. മിസ്റ്റേക്ക് പ്രധാനമായിട്ടും മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോ ഇന്ത്യൻ ലോയും ഫോറിൻ ലോയും ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ നമ്മൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, ബയലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് രണ്ടൊന്നും നല്ലപോലെ പഠിച്ചു നോക്കുക. ഇത് ഒരാളെടുത്ത് നിന്ന് പറ്റുന്നതാണ് യൂണിലാറ്ററൽ, രണ്ടാളെടുത്ത് മിസ്റ്റേക്ക് പറ്റുന്നതാണ് ബയലാറ്ററൽ മിസ്റ്റേക്ക്. ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പഠിച്ചു നോക്കുക. ഇനിയും നമ്മൾക്ക് യൂണിലാറ്ററിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ബുക്കുകൾ റെഫർ ചെയ്യും. ഓക്കെ, ഒരു ഇതിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഒക്കേഴ്സ് only when one party hold an incorrect belief about the facts related to contract. ഒരാളെടുത്ത് പറ്റുന്ന മിസ്റ്റേക്കാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. ജനറലി യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഡസ് നോട്ട് അഫക്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഇത് അഫക്റ്റ് ചെയ്യില്ല. അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റുന്നത് ആണ്. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് സ്ലൈഡ് കൂടി എക്സ്ട്രാ ഇട്ടതാണ്. അപ്പോൾ യൂണിലാറ്ററലും ബയലാറ്ററലും ഒന്നും കൺഫ്യൂസ്ഡ് ആകരുത്. ഒരാളെടുത്ത് തെറ്റുന്നത് യൂണിലാറ്ററലും, ബയലാറ്ററൽ രണ്ടാളെടുത്ത് തെറ്റുന്നത്. അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്ററാണ്. ഇതുപോലെ നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന ചാപ്റ്റർ തീർത്തു. ഓക്കെ, നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഒരു മേജർ ഏരിയ ഇപ്പോൾ തീർത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേറെ ടോപ്പിക്സുകളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർ വീണ്ടും ചോദിക്കണം ഇതെന്തൊക്കെയാണ് എന്നുള്ളത്. താങ്ക് യു വെരി മച്ച്.